ഓം നമോ നാരായണായ. നാരായണീയം ദശകം 17 ധ്രുവചരിതം. പ്രസിദ്ധമായ ധ്രുവചരിതമാണ് ഈ ദശകത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. ഉത്ഥാനപാത നൃപതേർമനുനന്ദനസ്യ ജായാ ബഭൂവ സുരുചിർനിതരാമഭീഷ്ട അന്യാസു നീതിരിതി ഭർത്തുരനാദൃതാസ ത്വാമേവ നിത്യമഗതി ശരണം ഗതാഭൂത്. സ്വയംഭൂമനുവിൻ്റെ ഇളയ പുത്രനായിരുന്നു ഉത്ഥാനപാത രാജാവ്. ഉത്ഥാനപാതന് സുരുചി എന്നും സുനീതി എന്നും പേരായ 2 ഭാര്യമാരുണ്ടായിരുന്നു. ഇവരിൽ രാജാവിന് ഏറ്റവും പ്രിയപ്പെട്ടവളായിരുന്നു സുരുചി. എന്നാൽ തൻ്റെ ഭാര്യ സുനീതിക്കാണെങ്കിൽ രാജാവ് ഒരു തരത്തിലുള്ള പരിഗണനയും കൊടുത്തിരുന്നില്ല. തൻ്റെ ഭാഗ്യമില്ലായ്മയിൽ സുനീതി വളരെയധികം ദുഃഖിച്ചു. ദുഃഖനിവൃത്തിക്കായി ഭഗവാനെ തന്നെ എപ്പോഴും സേവിച്ചു വരികയും ചെയ്തു. സുനീതിയുടെ നേരെയുള്ള ഈ അനാദരം സുനീതിയുടെ പുത്രൻ്റെ നേരെയും കാട്ടുവാൻ രാജാവ് നിർബന്ധിതനായി എന്ന് പറയുന്നു. അങ്കേപി ദുസ്സുരുചി പുത്രകമുത്തമം തം ദൃഷ്ട്വാ ധ്രുവ കില സുനീതി സുതോ അധിരോക്ഷ്യൻ ആചിക്ഷിപേ കില ശിശു സുതരാം സുരുച്യ ദുസ്സന്ധ്യചാ ഖലു ഭവദ്വിമുഖൈരസൂയ. ഉത്ഥാനപാത രാജാവിന് സുരുചി എന്ന പത്നിയിൽ ഉത്തമൻ എന്നു പേരായ പുത്രനും സുനീതി എന്ന പത്നിയിൽ ധ്രുവൻ എന്നു പേരായ പുത്രനും ഉണ്ടായിരുന്നു. ഒരു ദിവസം സുരുചിയുടെ പുത്രനായ ഉത്തമനെ രാജാവ് മടിയിലിരുത്തി ലാളിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഇത് കണ്ടു നിന്ന കുഞ്ഞായിരുന്ന ധ്രുവനും അച്ഛൻ്റെ മടിയിലിരിക്കാൻ ആഗ്രഹം തോന്നി അച്ഛൻ്റെ സമീപത്തെത്തി. അപ്പോൾ അത് കണ്ടു നിന്ന സുരുചി ധ്രുവനെ വളരെയധികം ശകാരിച്ചു. ഭഗവത് ഭക്തിയില്ലാത്തവർക്ക് സമഭാവന തോന്നുകയില്ലല്ലോ. അവർക്ക് അന്യരുടെ ഉന്നതിയിൽ അസൂയ തോന്നുക സാധാരണയാണ്. സുരുചി ധ്രുവനെ ശകാരിക്കുന്നത് കേട്ടുനിന്ന രാജാവിൻ്റെ പ്രതികരണത്തെപ്പറ്റി പറയുന്നു. ത്വന്മോഹിതേ പിതരി പശ്യതിദാരവശ്യേ ദൂരം ദുരുക്തി നിഹത സഗതോ നിജാംബാം സാപി സ്വകർമ്മഗതി സന്തരണായ പുംസാം ത്വത്പാദമേവ ശരണം ശിശവേ ശശംസ. സുരുചി രാജാവ് നോക്കിക്കൊണ്ടിരിക്കെ തന്നെ ധ്രുവനെ കഠിനമായി ശകാരിച്ചപ്പോൾ മായാമോഹത്തിലകപ്പെട്ടവനും സുരുചിയുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്നവനുമായ ഉത്ഥാനപാത രാജാവിന് സുരുചിയുടെ ഇഷ്ടത്തിന് വിരോധമായി ഒന്നും ചെയ്യാനുള്ള ധൈര്യമുണ്ടായില്ല. അതുകൊണ്ട് രാജാവ് അവരുടെ വാക്കുകളെ തടയുകയോ സ്വന്തം പുത്രൻ തന്നെയായ ധ്രുവനെ ലാളിക്കാൻ മുതിരുകയോ ചെയ്തില്ല. സുരുചിയുടെ ശകാരം കേട്ടതുകൊണ്ടും ഒന്നും ചെയ്യാൻ കഴിയാതെ നിസ്സഹായനായി നിൽക്കുന്ന പിതാവിനെ കണ്ടതുകൊണ്ടും ദുഃഖിച്ച് അമ്മയായ സുനീതിയുടെ അടുക്കലെത്തി സംഭവിച്ചതെല്ലാം പറഞ്ഞു. എല്ലാം കർമ്മഫലമാണ് എന്ന് പറഞ്ഞ് സുനീതി ധ്രുവനെ ആശ്വസിപ്പിച്ചു. ജനങ്ങൾക്ക് അവരവരുടെ കർമ്മഫലങ്ങളെ തരണം ചെയ്യാൻ ഭഗവാന്റെ പാദഭജനമാണ് ഒരേയൊരു മാർഗമെന്നുള്ള തത്വത്തെ ധ്രുവന് ഉപദേശിക്കുകയും ചെയ്തു. ധ്രുവൻ തപസ്സിനായി പുറപ്പെടുന്നു. ആകർണ്യസോഭിഭവദർച്ചന നിശ്ചിതാത്മാ മാനീ നിരേത്യ നഗരാത് കില പഞ്ചവർഷ സംദൃഷ്ടനാരദ നിവേദിത മന്ത്രമാർഗ ത്വാമാരരാധ തപസാ മധുകാനനാന്തേ. 5 വയസ്സ് മാത്രമേ പ്രായമായിരുന്നുള്ളൂ എങ്കിലും ധ്രുവൻ അഭിമാനിയായിരുന്നു. അമ്മയുടെ വാക്കുകൾ കേട്ടപ്പോൾ ഉടൻ തന്നെ ബാലനായ ധ്രുവൻ ഭഗവാനെ ഭജിക്കാൻ ഉറച്ച മനസ്സോടുകൂടി കൊട്ടാരത്തിൽ നിന്ന് കാട്ടിലേക്ക് യാത്രയായി. വഴിക്ക് വെച്ച് ധ്രുവൻ നാരദ മഹർഷിയെ കാണാനിടയായി. ധ്രുവനിൽ കരുണ തോന്നിയ മഹർഷി ധ്രുവന് ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന ദ്വാദശാക്ഷരി മന്ത്രവും ആരാധനാക്രമവും ഉപദേശിച്ചു. അദ്ദേഹത്തിൻ്റെ ഉപദേശമനുസരിച്ച് ധ്രുവൻ മധുവനത്തിൽ ചെന്ന് തപസ് ചെയ്ത് ഭഗവാനെ സേവിക്കുകയും ചെയ്തു. നാരദ മഹർഷി ഉത്ഥാനപാത രാജാവിനെ കാണുന്നു. താദേ വിഷണ്ണ ഹൃദയേ നഗരീം ഗതേന ശ്രീനാരദേന പരിസാന്തിത ചിത്തവൃത്തൗ ബാലസ്ത്വതർപ്പിതമനാ ക്രമവർദ്ധിതേന നിന്നേ കഠോര തപസാ കില പഞ്ചമാസാൻ. ധ്രുവൻ കൊട്ടാരം വിട്ട് കാട്ടിലേക്ക് പോയെന്നറിഞ്ഞപ്പോൾ ഉത്ഥാനപാതൻ വളരെയധികം വിഷമിച്ചു. ധ്രുവനെ ഉപദേശിച്ച ശേഷം നാരദ മഹർഷി ഉത്ഥാനപാത രാജാവിൻ്റെ കൊട്ടാരത്തിലെത്തി.
വിഷാദിച്ച മനസ്സോടുകൂടിയിരിക്കുന്ന രാജാവിനെ ആശ്വസിപ്പിച്ചു. ധ്രുവനാകട്ടെ മധുവനത്തിലെത്തി ഭഗവാനിൽ പൂർണ്ണമായും സമർപ്പിക്കപ്പെട്ട ചിത്തത്തോടുകൂടിയവനായി തപസ്സു ചെയ്യാൻ തുടങ്ങി. ആദ്യമൊക്കെ എന്തെങ്കിലുമൊക്കെ പഴങ്ങൾ ഭക്ഷിച്ചിരുന്നു. പിന്നീട് അതുപേക്ഷിച്ച് ഇലകൾ മാത്രം ഭക്ഷിച്ചു വന്നു. ക്രമേണ വെള്ളം പോലും ഉപേക്ഷിച്ച് ശ്വാസോച്ഛ്വാസം മാത്രമായി തീവ്രമായി തപോനിഷ്ഠയിൽ 5 മാസം കഴിച്ചുകൂട്ടി. ധ്രുവന്റെ തപസ്സിൻ്റെ തീവ്രത കൊണ്ട് എന്ത് സംഭവിച്ചു എന്ന് പറയുന്നു. താവത്തപോബല നിരുച്ഛ്വസിതേ ദിഗന്ധേ ദേവാർത്ഥിതസ്ത്വമുദയത് കരുണാർദ്രചേത ത്വദ്രൂപചിത്രസനിലീനമതേ പുരസ്താദ് ആവിർഭൂവിധ വിഭോ ഗരുഡാധിരൂഢ. കഠിനമായ തപസ്സിലിരുന്നു കൊണ്ട് ധ്രുവൻ തൻ്റെ ശ്വാസോച്ഛ്വാസം പോലും തടഞ്ഞു നിർത്തി. അപ്പോൾ സർവ്വജീവജാലങ്ങൾക്കും ശ്വാസോച്ഛ്വാസം നിന്നതായി തോന്നിത്തുടങ്ങി എന്ന് പറയുന്നു. അത്രയ്ക്ക് തീവ്രമായിരുന്നു ധ്രുവൻ്റെ തപസ്. ആ സമയത്ത് ലോകത്തിൻ്റെ സർവ്വജീവജാലങ്ങളുടെയും ദുഃഖനിവൃത്തിക്കായി ദേവന്മാർ ഭഗവാനോട് അപേക്ഷിച്ചു. അപ്പോൾ ഭഗവാൻ കാരുണ്യം മൂലം മനസ്സലിഞ്ഞ് ആത്മസാക്ഷാത്കാരം ലഭിച്ചാലുണ്ടാകുന്ന പരമാനന്ദത്തിൽ ലയിച്ചിരിക്കുന്ന ധ്രുവൻ്റെ മുമ്പിൽ ഗരുഡാരൂഢനായി പ്രത്യക്ഷനായി. താൻ അന്തരാത്മാവിൽ കണ്ടനുഭവിച്ചിരുന്ന ഭഗവാനെ തൻ്റെ മുന്നിൽ പ്രത്യക്ഷമായി കണ്ടപ്പോൾ ധ്രുവന് എന്തു ചെയ്യണമെന്നറിയാതെയായി എന്ന് പറയുന്നു. ത്വദ്ദർശനപ്രമഥഭാരതരംഗിതം തം ദൃഗ്ഭ്യാം നിമഗ്നമിവ രൂപരസായനേതേ തുഷ്ടൂഷമാണമവഗമ്യ കപോലദേശേ സംസ്പൃഷ്ടവാനസിതരേണ തഥാദരേണ. സർവാംഗസുന്ദരനായ ഭഗവാൻ തൻ്റെ മുമ്പിൽ പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഉണ്ടായ ആനന്ദാധിക്യം കൊണ്ട്, നിറഞ്ഞ സന്തോഷം കൊണ്ട് മനസ്സ് ഓളം വിട്ടുന്നവനും കണ്ണുകൾ ഭഗവത് രൂപമാകുന്ന അമൃതത്തിൽ ആണ്ടുപോയതുകൊണ്ടും ധ്രുവന് എന്താണ് ചെയ്യേണ്ടത് എന്ന് നിശ്ചയമില്ലാതായി. ഭഗവാനെ സ്തുതിക്കാൻ ആഗ്രഹമുണ്ടായെങ്കിലും വാക്കുകൾ പുറത്തേക്ക് വരുന്നില്ല. അപ്പോൾ ധ്രുവൻ്റെ ആഗ്രഹം മനസ്സിലാക്കിയ ഭഗവാൻ തൻ്റെ ദിവ്യമായ ശംഖുകൊണ്ട് വാത്സല്യത്തോടെ ധ്രുവൻ്റെ കവിളുകളിൽ തലോടി. ഭഗവാന്റെ ശംഖിൻ്റെ സ്പർശനം ലഭിച്ചപ്പോൾ തന്നെ ധ്രുവന് വിശിഷ്ടമായ ബോധം കൈവന്നു എന്ന് പറയുന്നു. താവത് വിബോധവിമലം പ്രണുവന്തമേനം ആഭാഷധാസ്ത്വമവഗമ്യ തദീയഭാവം രാജ്യം ചിരം സമനുഭൂയ ഭജസ്വഭൂയ സർവോത്തരം ധ്രുവപദം വിനിവൃത്തിഹീനം. ശബ്ദബ്രഹ്മമായ ശംഖിൻ്റെ സ്പർശത്താൽ ധ്രുവന് ജ്ഞാനം ലഭിക്കുകയും മനോമാലിന്യമെല്ലാം അകന്ന് ഭഗവാനെ സ്തുതിക്കാനുള്ള ശക്തി ലഭിക്കുകയും ചെയ്തു. അങ്ങനെ ധ്രുവൻ്റെ മുഖത്ത് നിന്ന് ഭഗവത് സ്തോത്രധാര നിർഗളമായി പ്രവഹിക്കാൻ തുടങ്ങി. ഇപ്രകാരം തന്നെ സ്തോത്രങ്ങൾ കൊണ്ട് നന്നായി സ്തുതിക്കുന്ന ധ്രുവന് ലൗകികമായ ഇച്ഛ കൊണ്ട് ഭജിച്ചു തുടങ്ങിയതു കാരണം ധ്രുവൻ ആഗ്രഹിച്ചതുപോലെ വളരെ കാലം സുഖമായി രാജ്യം ഭരിക്കുന്നതിനും ശേഷം എല്ലാ സ്ഥാനത്തേക്കാളും മികച്ചതും വീണ്ടും ഒരു ജന്മമില്ലാത്തതുമായ ധ്രുവപദം നൽകി ഭഗവാൻ ധ്രുവനെ അനുഗ്രഹിച്ചു. ഇത്യൂജുഷിത്വയിഗതേ നൃപനന്ദനോസൗ ആനന്ദിതാഖിലജനോ നഗരേ മുപേത രേമേ ചിരം ഭവദനുഗ്രഹപൂർണകാമ താതേകതേജ വനമാതൃതരാജ്യഭാര. ഇപ്രകാരം ധ്രുവനെ അനുഗ്രഹിച്ച ശേഷം ഭഗവാൻ അന്തർധാനം ചെയ്തു. രാജപുത്രനായ ധ്രുവൻ സന്തുഷ്ട മനസ്സോടുകൂടി കൊട്ടാരത്തിലേക്ക് യാത്രയായി. ഭഗവത് അനുഗ്രഹം ലഭിച്ചു വരുന്ന ധ്രുവനെ കണ്ട് എല്ലാവരും സന്തോഷിച്ചു. അങ്ങനെ സമയമായപ്പോൾ ഉത്താനപാദ രാജാവ് രാജ്യഭരണമെല്ലാം പുത്രനായ ധ്രുവനെ ഏൽപ്പിച്ച് തപസ് ചെയ്യാനായി വനത്തിലേക്ക് യാത്രയായി. പിതാവ് വനത്തിലേക്ക് പോയപ്പോൾ രാജ്യഭരണ കർമ്മം ആദരപൂർവം ചെയ്തുകൊണ്ട് ധ്രുവൻ വളരെ കാലം സുഖമായി താമസിച്ചു. ധ്രുവൻ്റെ സഹോദര വാത്സല്യവും പരാക്രമവും ഭക്തിദാർഢ്യവും കാണിക്കുന്നു. യക്ഷേണ ദേവനിഹതേ പുനരുത്തമേസ്മിൻ യക്ഷൈസയുദ്ധനിരതോ വിരതോ മനൂക്ത്യാ ശാന്ത്യാ പ്രസന്നഹൃദയാദ്ദനതാദുപേതാദ് ത്വദ്ഭക്തിമേവ സുദൃഢാം അവൃണോന്മഹാത്മാ.
പിന്നീട് ഉത്തമൻ ഒരിക്കൽ നായാട്ടിന് പോയി. കാട്ടിൽ വച്ച് ഒരു യക്ഷനുമായി ഏറ്റുമുട്ടി. യക്ഷൻ ഉത്തമനെ കൊന്നു. സഹോദര സ്നേഹത്താൽ പ്രേരിതനായ ധ്രുവൻ യക്ഷസമൂഹത്തോട് യുദ്ധം ചെയ്തു. എന്നാൽ സ്വയംഭൂമനുവിൻ്റെ ഉപദേശമനുസരിച്ച് ധ്രുവൻ യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് ശാന്തനായി. അപ്പോൾ യക്ഷപതിയായ വൈശ്രവണൻ സന്തോഷത്തോടെ ധ്രുവൻ്റെ അടുക്കൽ ചെന്ന് വേണ്ട വരം സ്വീകരിക്കാൻ ആവശ്യപ്പെട്ടു. എന്നാൽ മഹാമനസ്കനായ ധ്രുവൻ അത്യധികം ദൃഢമായ ഭഗവത് ഭക്തിയെ തന്നെയാണ് വൈശ്രവണനിൽ നിന്ന് വരമായി സ്വീകരിച്ചത്. അന്തേ ഭവത് പുരുഷനീതവിമാനയാതോ മാത്രാസമം ധ്രുവപദേ മുദിതോയമാസ്തേ ഏവം സ്വഭൃത്യജനപാലനലോലധീസ്ത്വം വാതാലയാധിപനിരുന്തി മമാമയൗഘാൻ. ഇഹലോകത്തിലുള്ള ജീവിതത്തിൻ്റെ കാലം അവസാനിക്കാറായപ്പോൾ ധ്രുവൻ ഭഗവാന്റെ കിങ്കരന്മാർ കൊണ്ടുവന്ന വിമാനത്തിൽ അമ്മയോടൊപ്പം യാത്രയായി. തപസ്സിൻ്റെ ഫലമായി അദ്ദേഹത്തിന് ധ്രുവലോകം ലഭിച്ചു. അവിടെ നക്ഷത്രരൂപിയായി ലയം കൂടാതെ ഭഗവത് അനുഗ്രഹത്താൽ ഇന്നും പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നു. തപസ്സിൻ്റെയും ഭക്തിയുടെയും മഹാത്മ്യമാണ് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. ഭക്തവത്സലനായ ഭഗവാനെ തൻ്റെ വ്യാധികളെയും നീക്കിത്തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദശകം അവസാനിക്കുന്നു.